നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്നു. ആമുഖം എന്ന ആശയം ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോട്? അമേരിക്ക. ആമുഖം എന്ന ആശയം ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോട്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ.എം. മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ.എം. മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ, അളവുകോൽ, ജുവൽ സെറ്റ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ, അളവുകോൽ, ജുവൽ സെറ്റ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് നാനി പാൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് നാനി പാൽക്കിവാല. ഭരണഘടനയുടെ കീ നോട്ട്, സംഗ്രഹം എന്ന വിശേഷണം നൽകിയത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ കീ നോട്ട്, സംഗ്രഹം എന്ന വിശേഷണം നൽകിയത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭേദഗതി ചെയ്തത് 1942 ഒരു തവണ മാത്രം. ആമുഖം ഭേദഗതി ചെയ്തത് 1942. കൂട്ടിച്ചേർത്ത വാക്കുകൾ: സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി. ആമുഖത്തിലെ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി എന്ന വാക്കുകൾക്ക് കടപ്പാട് റഷ്യൻ വിപ്ലവം. ആമുഖത്തിലെ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി എന്ന വാക്കുകൾക്ക് കടപ്പാട് റഷ്യൻ വിപ്ലവം. സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് 1960 ബെറുബാരി കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് 1960 ബെറുബാരി കേസ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖത്തിലെ ഏക തീയതി 1949 നവംബർ 26. ആമുഖത്തിലെ ഏക തീയതി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത് ഗ്രാൻവിൻ ഓസ്റ്റിൻ. ഇന്ത്യൻ ഭരണഘടനയെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത് ഗ്രാൻവിൻ ഓസ്റ്റിൻ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം എഴുതിയത് ഗ്രാൻവിൻ ഓസ്റ്റിൻ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം എഴുതിയത് ഗ്രാൻവിൻ ഓസ്റ്റിൻ. ബർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. ബർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. ക്വാസി ഫെഡറൽ എന്ന് വിളിച്ചത് കെ.സി. വെയർ. ക്വാസി ഫെഡറൽ എന്ന് വിളിച്ചത് കെ.സി. വെയർ. ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസത്തിന്റെയും യൂണിറ്ററിയുടെയും മിശ്രിതമാണ് എന്ന് പറഞ്ഞത് ഡി.ഡി. ബോസ്. ഇന്ത്യൻ ഭരണഘടന ഫെഡറലിന്റെയും യൂണിറ്റിയുടെയും മിശ്രിതമാണ് എന്ന് പറഞ്ഞത് ഡി.ഡി. ബോസ്. ഭരണഘടന തീർത്തും ഫെഡറൽ ആണെന്ന് പറഞ്ഞത് പോൾ എച്ച്. ആപ്പിൾബി. ഭരണഘടന തീർത്തും ഫെഡറൽ ആണെന്ന് പറഞ്ഞത് പോൾ എച്ച്. ആപ്പിൾബി. ഇന്ത്യ കടമെടുത്ത ആശയങ്ങളും രാജ്യവും. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പരോക്ഷമായ ഫെഡറൽ സംവിധാനം 1935 ആക്ട്. പരോക്ഷമായ ഫെഡറൽ സംവിധാനം 1935 ആക്ട്. ഫെഡറൽ ജുഡീഷ്യറി അധികാരങ്ങൾ 1935 ആക്ട്. ഫെഡറൽ ജുഡീഷ്യറി അധികാരങ്ങൾ 1935 ആക്ട്. ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടൻ. ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടൻ. റിട്ട് ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ബ്രിട്ടൻ. കൂടുതൽ അധികാരങ്ങൾ ലോകസഭയ്ക്ക് നൽകിയ മാതൃക ബ്രിട്ടൻ. കൂടുതൽ അധികാരങ്ങൾ ലോകസഭയ്ക്ക് നൽകിയ മാതൃക ബ്രിട്ടൻ. നിയമവാഴ്ച. എല്ലാവരും നിയമത്തിനു വിധേയരാണ് ബ്രിട്ടൻ. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് എന്ന ആശയം ബ്രിട്ടൻ.
ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് എന്ന ആശയം ബ്രിട്ടൻ. സിവിൽ സർവീസ്, കേന്ദ്ര സംസ്ഥാന പബ്ലിക് കമ്മീഷനുകൾ എന്നിവ ബ്രിട്ടൻ. സിവിൽ സർവീസ്, കേന്ദ്ര സംസ്ഥാന പബ്ലിക് കമ്മീഷനുകൾ എന്നിവ ബ്രിട്ടൻ. പ്രധാനമന്ത്രി എന്ന ആശയം ബ്രിട്ടൻ. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം ബ്രിട്ടൻ. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം ബ്രിട്ടൻ. റിപ്പബ്ലിക് എന്ന ആശയത്തിന് കടപ്പാട് ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയത്തിന് കടപ്പാട് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ സോവിയറ്റ് യൂണിയൻ. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ സോവിയറ്റ് യൂണിയൻ. അടിയന്തരാവസ്ഥ ജർമ്മനി. വെയ്മർ ഭരണഘടന. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് USA. ലിഖിത ഭരണഘടന USA. ലിഖിത ഭരണഘടന USA. സായുധ സേനാധിപതി പ്രസിഡന്റ് എന്ന ആശയം അമേരിക്ക. സായുധ സേനാധിപതി പ്രസിഡന്റ് എന്ന ആശയം അമേരിക്കയാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. ഇംപീച്ച്മെന്റ് അമേരിക്ക. രാജ്യസഭ അമേരിക്ക. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം USA. ജുഡീഷ്യൽ റിവ്യൂ USA. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വാണിജ്യ വ്യാപാരങ്ങൾ നടത്തുന്നതിനുള്ള നിയമനിർമ്മാണം ഓസ്ട്രേലിയ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വാണിജ്യ വ്യാപാരങ്ങൾ നടത്തുന്നതിനുള്ള നിയമനിർമ്മാണം ഓസ്ട്രേലിയ. രാജ്യസഭയിലേക്കുള്ള ആനുപാതിക തിരഞ്ഞെടുപ്പ് രീതി ദക്ഷിണാഫ്രിക്ക. രാജ്യസഭയിലേക്കുള്ള ആനുപാതിക തിരഞ്ഞെടുപ്പ് രീതി ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. സുപ്രീം കോടതി പ്രവർത്തനങ്ങൾക്ക് കടപ്പാട് ജപ്പാൻ. സുപ്രീം കോടതി പ്രവർത്തനങ്ങൾക്ക് കടപ്പാട് ജപ്പാൻ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് കലാശാസ്ത്രം അയർലൻഡ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അയർലൻഡ്. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം കേന്ദ്ര സർക്കാരിന് കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരം കേന്ദ്ര സർക്കാരിന് കാനഡ. പ്രിയാമ്പിൾ മുഖവുര. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖവുരയാണ് ഇത്. ഭരണഘടനയുടെ ആത്മാവായി ഇതിനെ കരുതുന്നു. ആമുഖം താഴെ കൊടുത്തിരിക്കുന്നു.